സ്നേഹമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഒരു ചലച്ചിത്ര നിരൂപണമാണ്. ഓണക്കാല ചിത്രമായ ലോക ചന്ദ്രയാൻ ചാപ്റ്റർ 1 എന്നുള്ള ചിത്രമാണ്. ദുൽഖർ സൽമാൻ നിർമ്മിച്ച് ഡൊമിനിക് അരുൺ സംവിധാനം ചെയ്ത ഓണക്കാല ചലച്ചിത്രമായ ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന ആ ചിത്രത്തിൽ നായകിയായി അഭിനയിച്ചിരിക്കുന്നത് കല്യാണി പ്രിയദർശനാണ്. കല്യാണി പ്രിയദർശനെ കൂടാതെ അരുൺ കുര്യൻ, നസ്ലിൻ, ചന്തു സലീം കുമാർ, നിഷാന്ത് സാഗർ, വിജയരാഘവൻ, ടൊവിനോ തോമസ്, ദുൽഖർ സൽമാൻ എന്നിവർ ഈ ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നു. പതിവ് സിനിമകളിൽ നിന്നും വ്യത്യസ്തമായി നായികയ്ക്ക് അമിത പ്രാധാന്യമുള്ള ചിത്രമാണ് ഈ ചിത്രം. ഒരു ലേഡി ജെയിംസ് ബോണ്ട് ചിത്രം കാണുന്ന പ്രതീതിയാണ് പ്രേക്ഷകർക്ക് ഈ ചിത്രത്തിൽ നിന്നും ലഭിക്കുന്നത്. രാജഭരണകാലത്ത് രാജാക്കന്മാരും കൂട്ടരും മാത്രം പോകുന്ന കാളിക്ഷേത്രത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട കുലത്തിൽപ്പെട്ട ഒരു കൊച്ചു പെൺകുട്ടി പോകുന്നു. ഇതറിഞ്ഞ രാജാവ് ആ കുട്ടിയുടെ അമ്മയെയും അച്ഛനെയും കൊല്ലുന്നു, വീട് കത്തിക്കുന്നു. ഇത് കണ്ട് സഹിക്കാൻ സാധിക്കാത്ത ആ പെൺകുട്ടിയുടെ മനസ്സ് അതിനായി വേദനിക്കുന്നു. മാനസികമായി വളരെയധികം തകർന്നുപോയ ആ പെൺകുട്ടിയെയും അവർ കൊല്ലുന്നു. ആ പെൺകുട്ടി കള്ളിയങ്കാട്ട് നീലി എന്ന യക്ഷിയാവുന്നു. യക്ഷികൾക്ക് പല രൂപത്തിലും മാറാനുള്ള കഴിവുണ്ടല്ലോ. ആ കുട്ടി വലിയ പെൺകുട്ടിയാവുന്നു. അവളാണ് ഈ ചലച്ചിത്രത്തിൻ്റെ കഥയിൽ ചന്ദ്രയായി വരുന്ന കല്യാണി പ്രിയദർശൻ. ഈ സ്ത്രീ എവിടെ അക്രമം കണ്ടാലും പ്രതികരിക്കും. ഒരു ദിവസം പ്രേമനൈരാശ്യ പൂണ്ട് ഒരു പുരുഷൻ ഒരു സ്ത്രീയെ ആസിഡ് ഒഴിക്കാൻ മുതിരുമ്പോൾ ഈ സ്ത്രീ കാണുന്നു. ചന്ദ്രയ്ക്ക് അത് സഹിക്കാൻ സാധിക്കുന്നില്ല. അവൾ വിശ്വരൂപമെടുത്ത് അവനെ പൊതുരെ തല്ലുന്നു. ഇങ്ങനെ എവിടെ അക്രമം കണ്ടാലും അവൾ പ്രതികരിക്കും. ഇതാണ് അവളുടെ പ്രകൃതം. അങ്ങനെ ഇരിക്കെ സണ്ണി എന്ന യുവാവിനെ അവൾ കണ്ടുമുട്ടുന്നു. അയാളുടെ സുഹൃത്തിൻ്റെ ജന്മദിന ആഘോഷത്തിന് പോകുന്നു. അവിടെ വച്ച് മുമ്പ് അവളുടെ കയ്യിൽ നിന്നും തല്ല് വാങ്ങിയവൻ അവളെ കുരുക്കാൻ ശ്രമിക്കുന്നു. പോലീസ് ഇടപെടുന്നു, വാൺ ചെയ്യുന്നു. ഇതാണ് ഈ കഥയുടെ തുടക്കം. ഇതിന് ശേഷമുള്ള രംഗങ്ങൾ സസ്പെൻസിൻ്റെ നിമിഷങ്ങളാണ് പ്രേക്ഷകർക്ക് സമ്മാനിക്കുന്നത്. അടുത്ത് എന്താണ് സംഭവിക്കുന്നു എന്ന് പ്രേക്ഷകരെ മുൾമുനയിൽ നിർത്തുന്ന രംഗങ്ങൾ. അക്രമങ്ങളെ ചന്ദ്ര എതിർക്കുന്നതിനാൽ അവൾക്ക് പലരും ശത്രുക്കളാവുന്നു. അതിൽ ഒരാൾ രാഷ്ട്രീയ പിൻബലമുള്ള വ്യക്തി ആയതിനാൽ ചന്ദ്രയെ കൊല്ലാൻ ഗരുഡ ഫോഴ്സിനെ ഇറക്കുന്നു. ചന്ദ്രയ്ക്കും ഗരുഡ ഫോഴ്സിനും ഇടയ്ക്ക് നടക്കുന്ന അതിഭയങ്കരമായ യുദ്ധത്തിലും അവൾ ശത്രുക്കളെ വേട്ടയാടുന്നു. നീതി വിജയിക്കുന്നു. ഇതാണ് ഈ സിനിമയുടെ കഥ. പേരക്കുട്ടിക്ക് യക്ഷിക്കഥ പറഞ്ഞു കൊടുക്കുന്ന അപ്പൂപ്പനായി നടൻ വിജയരാഘവൻ വരുന്നു. തൻ്റെ പതിവ് ശൈലിയിൽ വളരെ നാച്ചുറലായി അഭിനയിക്കുന്നു. ചന്ദ്രയുടെ രക്ഷകർത്താവായി നിഷാന്ത് സാഗറും വരുന്നു. ചന്ദ്രയെ ഇഷ്ടപ്പെടുന്ന യുവാവ് സണ്ണി. ചന്ദ്ര യക്ഷിയാണെന്ന് അറിയുമ്പോഴൊക്കെ അയാൾ ബോധം കെട്ട് വീഴുന്ന സീനുകൾ രസമുള്ള സീനുകളാണ്. സണ്ണിയുടെ കൂട്ടുകാരനായി സലീം കുമാറിൻ്റെ മകൻ ചന്തു സലീം അഭിനയിച്ചിരിക്കുന്നു. കാഴ്ചയിലും അഭിനയത്തിലും സലീം കുമാറിനെ അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. വളരെ സാമ്യമുള്ള രൂപവും ഭാവവും. ചന്ദ്രയെ എതിർക്കുന്ന പോലീസ് ഓഫീസർ നാച്ചിയപ്പൻ്റെ റോൾ കഥയുടെ വേഗത്തിന് ശക്തി പകരുന്ന ഒന്നാണ്. നാച്ചിയപ്പനായി അഭിനയിക്കുന്ന സന്തോഷ് കുമാർ വളരെ നന്നായി ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ഈ ചിത്രത്തിൻ്റെ ഫോട്ടോഗ്രാഫി നിമിഷ് രവിയാണ്. നല്ല ഫോട്ടോഗ്രാഫിയാണ്. അതുപോലെ തന്നെ സംഗീതം ജാക്സ് ബിജോയാണ്. പിന്നണി സംഗീതം വളരെ നല്ലതാണ്. ആകെ പറയുകയാണെങ്കിൽ പ്രേക്ഷകർക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഓണക്കാല ചിത്രമാണ്. അടിച്ചു പൊളിക്കാനുള്ള ഒരു സിനിമയാണ് ഈ ചലച്ചിത്രം. നന്ദി, നമസ്കാരം.